ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ്, ജനറൽ സെക്രട്ടറി, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് സംസ്ഥാന പ്രസിഡന്റ്, നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ്, അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അഡ്വക്കേറ്റ് പ്രകാശ് തോമസ്, എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? മുസ്ലിം മതവിഭാഗത്തിന് മാത്രം ഈ ഒരു ന്യൂനപക്ഷ ചെയർമാൻ പദവി നൽകുന്നതിനെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ഞങ്ങൾ എതിരല്ല. എന്നാൽ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൽ തന്നെ ഏറ്റവും ദുർബലരായവരെയാണ് കൂടുതലായി പരിഗണിക്കേണ്ടത്. കേരളത്തിന്റെ സാഹചര്യത്തിൽ നമുക്കറിയാം, എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് ക്രൈസ്തവ സമൂഹം. 1956 കാലഘട്ടത്തിൽ 28% ഉള്ളത് 2011 സെൻസസിൽ 18%, ഇപ്പൊ അതിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എണ്ണം കുറഞ്ഞ് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായ ക്രൈസ്തവ സമൂഹത്തിന് ആവശ്യമായ പരിഗണന എന്ന് മാത്രമല്ല, ഒട്ടും പരിഗണന നൽകുന്നില്ല. കഴിഞ്ഞ 10 വർഷമായി 4 ചെയർമാൻമാരെ പോസ്റ്റ് ചെയ്തപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഒരാളെ പോലും പോസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. എന്ന് പറഞ്ഞാൽ അതിന് യോഗ്യതയുള്ളവർ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നില്ല എന്നാണോ സംസ്ഥാന സർക്കാർ നോക്കുന്നത്? പലപ്പോഴും ഈ സംസ്ഥാനം ഭരിക്കുന്നവർ പറയാറുണ്ട്, കേന്ദ്രം ഭരിക്കുന്നവർ ഭൂരിപക്ഷത്തെ നോക്കിയാണ് വോട്ട് ബാങ്ക് ആക്കി മാറ്റുന്നതെന്ന്. കേരളത്തിലും അതുതന്നെയല്ലേ ചെയ്യുന്നത്? ആരാണോ വോട്ട് ബാങ്ക്, അവർക്ക് കൂടുതൽ ആനുകൂല്യം കൊടുക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത്. അതിൽ മുന്നണികൾ ആരും തന്നെ വ്യത്യസ്തരല്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം 2019 മന്ത്രി ജലീൽ ഈ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം അമെൻഡ് ചെയ്തപ്പോൾ, നേരത്തെ ഉണ്ടായിരുന്ന നിയമം അനുസരിച്ച് ചെയർമാൻ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നാണെങ്കിൽ രണ്ടാമത്തെ അംഗം മറ്റൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നായിരിക്കണം. കേരളത്തിലെ പ്രമുഖ ന്യൂനപക്ഷങ്ങളായ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഇതിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്തത്. എന്നാൽ മന്ത്രി ജലീൽ അത് അമെൻഡ് ചെയ്തതിന് ശേഷം അനദർ എന്നത് എ എന്നാക്കുകയും അന്നു മുതൽ രണ്ടാമത്തെ അംഗത്തെയും മുസ്ലിം സഹോദരനെ തന്നെ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് തികഞ്ഞ അനീതിയായി. ഇങ്ങനൊരു അമെൻമെന്റ് കേരള നിയമസഭയിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരായി വന്നിട്ട് ഒറ്റ MLA പോലും അവിടെ പ്രതികരിച്ചില്ല. കൃത്യമായി പറഞ്ഞാൽ കേരള നിയമസഭയിൽ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല എന്നതാണ് സത്യം. അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ്, ഇത്തരത്തിലുള്ള അവഗണന സർക്കാരിന്റെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ ഏത് തരത്തിലുള്ള മറുപടിയാണ് താങ്കൾക്കടക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? സംസ്ഥാന സർക്കാരിന് നിരവധി തവണ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് തന്നെ ഇത് സംബന്ധിച്ചുള്ള നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിവേദനങ്ങൾ കൊണ്ട് പ്രയോജനമില്ലാതെ വന്നപ്പോഴാണ് 2 വർഷം മുൻപ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് KCC തന്നെ അവകാശ സംരക്ഷണ വാഹന പ്രചരണ യാത്ര നടത്തി. കേരളത്തിലെ മുഴുവൻ സഭയുടെ പിതാക്കന്മാരും വിവിധ പോയിന്റുകളിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയമിച്ചു. അത് കഴിഞ്ഞിട്ട് JB കോശി കമ്മീഷനിൽ പോലും ഈ ന്യൂനപക്ഷ കമ്മീഷൻ നിയമത്തിൽ ഈ അമെൻമെന്റിനെ കുറിച്ച് എതിരായിട്ട് പരാമർശിക്കുന്നുണ്ട്. അത് ചെയ്തത് തെറ്റാണെന്ന് പരാമർശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് റിപ്പോർട്ട് വന്ന് 1 വർഷം കഴിഞ്ഞിട്ടും ഇതിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് ഫെബ്രുവരി മാസത്തിൽ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ തിരുവല്ലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 11 ദിവസമെടുത്ത് അച്ഛന്മാരും ബിഷപ്പുമാരും ജനങ്ങളും കൂടി പദയാത്ര നടത്തി. അങ്ങനെ ലോങ് മാർച്ച് നടത്തി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഏകദേശം 3000-ഓളം പേർ, 1000-ലധികം വൈദികർ ഉൾപ്പെടെ അവിടെ പ്രതിഷേധ പ്രകടനം നടത്തി സെക്രട്ടേറിയറ്റിലേക്ക്. ഇങ്ങനെ പരസ്യമായ പ്രതിഷേധങ്ങളിലേക്ക് ഞങ്ങളുടെ വിയർപ്പ് MC റോഡിൽ ഒഴുക്കേണ്ടി വന്നത് സംസ്ഥാന സർക്കാർ ക്രൈസ്തവ സമൂഹത്തോട് കാട്ടുന്ന വിവേചനപരമായ നടപടിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആർക്കെങ്കിലും കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഞങ്ങൾക്ക് അർഹമായ തുല്യ പരിഗണന കിട്ടണം, കൂടുതലൊന്നും കിട്ടണ്ട. ജനസംഖ്യാനുപാതികമായി ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് ലഭിക്കണം. 4 പേരെ പോസ്റ്റ് ചെയ്തിട്ട് ഒരാളെ പോലും പോസ്റ്റ് ചെയ്യുവാൻ അവർ തയ്യാറായില്ല ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന്. ഇനി രണ്ടാമത്തെ അംഗമെന്ന നിലയിൽ ഈ 4 ടേമിൽ പോസ്റ്റ് ചെയ്തതിൽ അതിൽ ഒരാളെ മാത്രമാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങൾക്ക് അവകാശപ്പെട്ട പോസ്റ്റ് അതിൽ 1 മാത്രമാണ് തന്നത്, 3 ഞങ്ങൾക്ക് നിഷേധിച്ചു. തികഞ്ഞ നീതി നിഷേധം. ഇതൊരു കാര്യം മാത്രം, സ്കോളർഷിപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ഇല്ല എന്നൊരു ചിന്തയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്.